11 ദിവസത്തെ ഡൽഹി കാശ്മീർ യാത്ര കഴിഞ്ഞ് ഇന്നു മുതൽ വീണ്ടും കൃഷി പരിപാലനത്തിൽ സജീവമാവുകയാണ്. യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെടികളെ പരിപാലിക്കുന്നതിനായിട്ട് എന്റെ ഒരു ബന്ധുവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചെടികളുടെ പരിപാലനത്തെ സംബന്ധിച്ച് യാത്രയ്ക്ക് പോകുമ്പോൾ എനിക്ക് ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചെടികളെ നോക്കാൻ ഏൽപ്പിച്ചയാൾ വളരെ നന്നായി അവയെ പരിപാലിച്ചതിനാൽ ടെറസിലെ എല്ലാ ചെടികളും വളരെ ഉന്മേഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് കണ്ടത്. യഥാർത്ഥത്തിൽ ഈ ചെടികളെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം പകുതി വളർച്ചയെത്തിയിരുന്ന എന്റെ മയിൽപീലി ചീരകൾ ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ശ്രീ കൃഷ്ണനാശാരി തന്ന വിത്തുകൾ പാകിയാണ് ചീരത്തൈകൾ മുളപ്പിച്ചത്. കൃഷ്ണനാശാരിയുടെ കൃഷിരീതികളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇലയിൽ മയിൽപീലിയുടേത് പോലുള്ള ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ മയിൽപീലി ചീര എന്ന് വിളിക്കുന്നത്. ഞാനൊരു 5 ചട്ടികളിലായിട്ടാണ് ഈ ചീര വെച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചീര ഇന്ന് വിളവെടുത്തു. പല ചെടിച്ചട്ടികളിലും താനെ മുളച്ചു വന്ന കുറെ പച്ചച്ചീരയും വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നുണ്ട്. ചിലതെല്ലാം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പച്ചച്ചീരയും ഇന്ന് വിളവെടുക്കാൻ കഴിഞ്ഞു. 2 ദിവസമായിട്ട് വെണ്ടച്ചെടികളിൽ നിന്ന് വിളവെടുക്കാത്തതിനാൽ കുറച്ച് വെണ്ടയ്ക്കയും ഇന്ന് കിട്ടി. ഈ വെണ്ടയ്ക്ക ചെടികളിൽ നിന്ന് എനിക്ക് ഒരുപാട് വിളവ് നേരത്തെ തന്നെ കിട്ടിയതാണ്. എങ്കിലും ഇപ്പോഴും ഇതിൽ നിന്ന് വെണ്ടയ്ക്കകൾ കിട്ടുന്നുണ്ട്. നേരത്തെ നട്ടിരുന്ന സാമ്പാർ മുളക് ചെടികളിൽ ഇനി ഒരു ചെടി മാത്രമാണ് അവശേഷിക്കുന്നത്. പാകമായി നിന്ന കുറച്ച് സാമ്പാർ മുളകും ഇന്ന് പറിച്ചെടുത്തു. യാത്ര കഴിഞ്ഞ് വന്ന ആദ്യ ദിവസം തന്നെ തരക്കേടില്ലാത്ത വിളവാണ് കിട്ടിയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.